ചിലർക്ക് അവഗണിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ചിലർ അസൂയ കൊണ്ട് അവഗണിക്കും. ചിലർ തന്നേക്കാൾ മികച്ചതെന്ന് തോന്നിയാൽ അവഗണിക്കും. ചിലർ നമ്മളെക്കാൾ മികച്ചൊരാളെ കിട്ടിയെന്ന് തോന്നിയാൽ അവഗണിക്കും. ചിലർ മനസ്സുകൊണ്ട് സ്നേഹം അഭിനയിച്ച് അവഗണിക്കും. ചിലർ നമ്മളെക്കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കും. അങ്ങനെ അവഗണിക്കുന്നവർക്ക് ഒരിക്കലും യഥാർത്ഥ സ്നേഹമോ ആത്മാർത്ഥതയോ ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാവർക്കും ഒരു ബാധ്യത തന്നെയാണ്. അതാരും തുറന്നു പറയുന്നില്ല എന്നേയുള്ളൂ. അവസരങ്ങൾ വരുമ്പോൾ ചിലർ പ്രകടിപ്പിക്കുന്നു. മറ്റു ചിലർ ഉള്ളിൽ തന്നെ വെച്ച് പരമാവധി നമ്മളെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു. ഇതൊന്നും മനസ്സിലാവാതെ നമ്മൾ അവരോടുള്ള സ്നേഹം കൊണ്ടും സത്യസന്ധത കൊണ്ടും വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്തിനപ്പുറം ഈ ജീവിതം എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചിന്തകൾ വരാൻ നമ്മുടെ ഇന്നത്തെ തീരുമാനങ്ങൾ കാരണമാകാതിരിക്കട്ടെ. ആർക്കു വേണ്ടി ജീവിക്കുന്നു എന്നതല്ല, നമുക്ക് വേണ്ടി നമ്മൾ എപ്പോഴെങ്കിലും ജീവിക്കുന്നുണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കണം. പിന്നീട് കേൾക്കാൻ കൊതിച്ച പലതും കേട്ടെന്ന് വരില്ല, പ്രതീക്ഷിച്ച പലതും കിട്ടിയെന്നും വരില്ല. അന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം പോലും നമ്മളെ ഒരുപാട് ഒറ്റപ്പെടുത്തും. ഒരാളെ ഓർക്കാതെ ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ലെങ്കിൽ അത്രമേൽ അവരെ സ്നേഹിച്ചിട്ടുണ്ടാകും. തിരഞ്ഞു വരുന്നവരും തിരക്കുന്നവരും മറിച്ചു ചിന്തിക്കാൻ മറ്റൊരാൾ ഇല്ലാത്തവരാണ്. സ്നേഹത്തിൽ ഒറ്റപ്പെട്ടവരൊക്കെ ഒരാളെ മാത്രം സ്നേഹിച്ചവരാണ്. എന്തിനാണ് ചിലരെയെല്ലാം പിന്നെയും പിന്നെയും നമ്മൾ എവിടെയോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരോട് പങ്കുവച്ചാൽ മാത്രം തീരുന്ന ദുഃഖങ്ങൾ വന്നതുകൊണ്ടോ? അവരോട് പറഞ്ഞാൽ മാത്രം ഇരട്ടിക്കുന്ന സന്തോഷം വന്നതുകൊണ്ടോ? അവർ ഉള്ളിലെവിടെയോ അത്രമാത്രം നിറഞ്ഞു പോയതുകൊണ്ടോ? ചിലപ്പോൾ അവർ നമ്മളെ മറന്നിരിക്കും. ഒരുപാട് പേരിൽ ഒരാൾ മാത്രമായിരുന്നിരിക്കും അവർക്ക് നമ്മൾ. എങ്കിലും ചിലരൊക്കെ ചിലരെ പിന്നെയും പിന്നെയും എവിടെയൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു.